Hello my students, from the last class we studied about pollination and pollinating agent. Okay, what do you mean by pollination? Yes, pollination is the process transfer of pollen grain from the anther to the stigma is called pollination, and the factors that helps in pollination process are called pollinating agents. Okay, അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോത്ത്, ബട്ടർഫ്ലൈസ്, വൈൻഡ്, വാട്ടർ ഡ്രോപ്ലെറ്റ് എക്സെട്ര ഒരുപാട് പൊളിനേറ്റിംഗ് ഏജൻറ്റ്സും എന്തുകൊണ്ടാണ് പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് അവരുടെ കളർ അട്രാക്റ്റ് ചെയ്യുന്നത്, സ്മെല്ല്, സൈസ് അവരൊക്കെ കണ്ടിട്ടാണ് അവരെ അട്രാക്റ്റ് ചെയ്തിട്ട് പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് പൊളിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ദ ജേർണി ഓഫ് പൊള്ളൻ ഗ്രെയിൻസ്. എങ്ങനെയാണ് പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ആ ഒരു ജേർണി, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾ ആർ യു റെഡി? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ഓക്കെ, സോ പേജ് നമ്പർ 38 we can see that the journey of pollen grains. Here it's necessary that the pollen grains of a particular flower should fall on the stigma of the same kind. They fall on the stigma of different flowers. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാണ്, പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ പൊള്ളൻ ഗ്രെയിൻസ് സെയിം കൈൻഡ് ഓഫ് ഫ്ലവറിൽ മാത്രമാണോ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നോ, അതെന്ത് ചെയ്യുന്നുണ്ട്, പൊള്ളൻ ഗ്രെയിൻസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സിൽ എത്തുന്നില്ല. ഇപ്പോൾ ഹണി ബീസ്, മോത്ത് ഇവരൊക്കെ എന്ത് ചെയ്യണം, ഒരു ഫ്ലവറിലിരുന്ന് വേറൊരു ഫ്ലവറിലോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ വിൻഡ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആയിട്ട് പൊള്ളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ യാത്ര ചെയ്യുന്നുണ്ട്. ഓക്കെ, in which of the following situations does pollination become more effective? എപ്പോഴാണ് പൊള്ളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എപ്പോഴാണ് മോർ എഫക്റ്റീവ് ആവുന്നത്? ഇവിടെ രണ്ട് ഹിൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് pollen grains of pumpkin flower falling on the stigma of the ashgold flower, and the second one pollen grains of ashgold flower falling on the stigma of another ashgold flower. അതായത് ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, പംകിൻ ഫ്ലവറിലുള്ള പൊള്ളൻ ഗ്രെയിൻസ് എവിടെ ഫോളോ ചെയ്യാണ്, ആഷ്ഗോൾഡ് ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിൽ വീഴുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, ആഷ്ഗോൾഡ് ഫ്ലവറിലുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആഷ്ഗോൾഡ് ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യാണ്, സ്റ്റിക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഏതാണ് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്? യെസ്, ഓഫ് കോഴ്സ് ദി സെക്കൻഡ് വൺ. ദാറ്റ് മീൻസ് പൊള്ളിനേഷൻസ് ബിക്കം മോർ എഫക്റ്റീവ് വെൻ ദ pollen grains fall on the stigma of flowers of the same kind. അതായത് സെയിം ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് തന്നെ പൊള്ളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്, ആ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അത് മോർ എഫക്റ്റീവ് ആയിട്ടുള്ള പൊള്ളിനേഷനായിട്ട് മാറുന്നത്. ഓക്കെ, pollen grains that fall on the stigma of other kinds of flowers may get destroyed. വേറെയുള്ള ഫ്ലവറിലാണ് അത് എത്തുന്നെങ്കിൽ അവിടെ എന്തില്ല, പൊള്ളിനേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല, അത് ദേ മേ ഗെറ്റ് ഡിസ്ട്രോയ്ഡ്, അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം what are the ways in which pollinations may occur? Observe the picture. Page number 38 we can see that three types of pollination. First one is self pollination and the second one is cross pollination. Self pollination and cross pollination. Okay, സെൽഫ് പൊള്ളിനേഷൻ ടു ടൈപ്സിൽ നടക്കുന്നുണ്ട്. ആ പിക്ചറിൽ നോക്കൂ. യെസ്, ഫസ്റ്റ് പിക്ചറിൽ എങ്ങനെയാണ്, ഒരൊറ്റ ഫ്ലവറിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആന്തർ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. സെക്കൻഡ് പിക്ചറിലോ ഒരൊറ്റ ഫ്ലവറിൽ ഒരൊറ്റ പ്ലാന്റിൽ ആ ഒരു സെയിം ടൈപ്പ് ഫ്ലവറിന് ഒരു ഫ്ലവറിലുള്ള ആന്തർ മറ്റേ ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്.
ആൻഡ് ക്രോസ് പൊളിനേഷൻ എന്ന് വെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് പ്ലാന്റ് തന്നെയാണ്. 2 ടൈപ്പ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അതിൽ ഒന്നിൻ്റെ ഫ്ലവറിൽ നിന്നുള്ള ആന്തർ മറ്റേ ഫ്ലവറിലോട്ട് സെയിം കൈൻഡ് തന്നെയാണ് മറ്റേ പ്ലാന്റിൻ്റെ ഫ്ലവറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എക്സ്പ്ലെയിൻ സെൽഫ് ആൻഡ് ക്രോസ് പൊളിനേഷൻ. സോ ഇത് നമുക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, സെൽഫ് പൊളിനേഷൻസ് വിച്ച് മീൻസ് transfer of pollen from the anther of a flower to the stigma of the same flower. So first picture ഉള്ള ഡെഫിനിഷൻ ആണ് എന്ത്? പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് സെയിം ഫ്ലവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഫ്രം ദി ആന്തർ ഓഫ് എ ഫ്ലവർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അല്ലെങ്കിൽ or from the anther of a flower to the stigma of another flower in the same plant. ആ സെയിം പ്ലാന്റിൽ തന്നെ അനദർ ഫ്ലവറിലോട്ട് എന്ത് ചെയ്യാണ്? ആന്തർ വന്നിട്ട് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. So the definition is transfer of pollen from the anther of a flower to the stigma of the same flower, or from the anther of a flower to the stigma of another flower in the same plant is called self-pollination. Okay, and the cross-pollinations, which means transfer of pollen from the anther of one flower to the stigma of another flower of the same kind. ഒരൊറ്റ ടൈപ്പ് പ്ലാന്റിൽ നിന്നും വേറെ ടൈപ്പ് പ്ലാന്റിൽ, അതായത് ആ സെയിം ടൈപ്പിന്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹിബിസ്കസ് ഫ്ലവർ എടുക്കാം. അവിടെ ഹിബിസ്കസ് ഫ്ലവർ ഓരോരുത്തൊരു ഫ്ലവർ. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും തൊട്ടടുത്തുള്ള ഹിബിസ്കസ് പ്ലാന്റിൻ്റെ ഫ്ലവറിലോട്ട് ആ ഒരു ആന്തർ സ്റ്റിഗ്മ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് ക്രോസ് പൊളിനേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ സയൻസ് ഡയറി എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക? ക്രോസ് പൊളിനേഷൻ്റെയും സെൽഫ് പൊളിനേഷൻ്റെയും ഡെഫിനിഷന് എഴുതുക. ഓക്കെ, Do both type of pollination occur in plants like cucumber, bitter gourd, pumpkin, etc.? Why? അതായത് ഈ 2 ടൈപ്പ് ഓഫ് പൊള്ളിനേഷനും ഈ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഒക്കർ ചെയ്യുന്നുണ്ടോ? Cucumber, bitter gourd, pumpkin are unisexual flowers. We already discussed our previous classes. Alla, unisexual flowers. What do you mean by unisexual flowers? Yes, good. Androecium, gynoecium separate ആയിട്ട് കാണപ്പെടുന്നതാണ് unisexual flowers. In those flowers usually occurs cross pollination. ഇതിൽ എന്താണ്? unisexual flowers cross pollinations ആണ് usually occur ചെയ്യുന്നത്. When pollen grains of a flower of the same species fall on the stigma of another flower and pollination may occur. Yes, അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഓൾറെഡി എന്താണ്? ക്രോസ് പൊളിനേഷൻ ആണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, and the next topic is withering petals. What do you mean by withering petals? ഓരോന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അല്ലേ? നമുക്ക് നോക്കാം. After pollination, male gametes reach the ovary and fuses with the egg to form fruit. പൊള്ളിനേഷൻ കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? അവിടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇറ്റ്സ് മെയിൽ ഗാമേറ്റ് ഓവറിയിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദ വിത്ഡ്രോയിങ് ഓഫ് പെറ്റൽസ് ആൻഡ് ആൻഡ്രീഷ്യം ഡ്യൂറിങ് ദി സ്റ്റേജ്? സോ ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ, ഫ്രൂട്ടൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചിലതൊക്കെ വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, which are the parts that remain? നമ്മുടെ ആൻഡ്രീഷ്യം പാർട്സ്, അതുപോലെ തന്നെ പെറ്റൽസ്, ഇതൊക്കെ അവിടുന്ന് വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദ റിമൈനിങ് പാർട്സ് ആർ സെപ്പൽ, പെഡിസിൽ ആൻഡ് തലാമസ്. സോ അവിടുന്ന് വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ റിമൈനിങ്, അവിടെ പിന്നെ നിലനിൽക്കുന്ന പാർട്സാണ് സെപ്പല്, pedicel and thalamus. Okay, what changes occurs in the various parts of a flower when it become a fruit? Here we can see that 2 types of flower.
First one is tomato flower and the second one is cucumber flower. ടൊമാറ്റോ ഫ്ലവർ ടൊമാറ്റോ ആയിട്ടും കുക്കുംബർ ഫ്ലവർ കുക്കുംബറായിട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്? ഒരു ടേബിൾ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പെഡിസിലിന് എന്താണ് നടക്കുന്നത്? അവിടെ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ പെഡിസിൽ? ഇറ്റ്സ് കണക്ട് ഫ്ലവർ വിത്ത് ദി പ്ലാന്റുമായിട്ട് അല്ലെങ്കിൽ ഫ്ലവറിനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്ലാന്റ്, ആ ഒരു പാർട്ട്, പെഡിസിൽ എന്ന് പറയുന്ന പാർട്ട് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ ആ ഒരു കുക്കുംബറായി കഴിയുന്ന സമയത്ത് പെഡിസിൽ നമുക്ക് ബിക്കം മോർ ഹാർഡായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലൈക്ക് തലാമസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? ഇറ്റ്സ് ഹോൾഡ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് എ ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിനെ ഹോൾഡ് ചെയ്യുന്ന തലാമസും ബിക്കം മോർ ഹാർഡായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് കാലിക്സ്, what's the function of calyx? Yes, protect the flower when it is a bud ആയിരിക്കുന്ന ടൈമിൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ബിക്കം മോർ ഹാർഡ് ആകും. ആൻഡ് ദി കൊറോള മീൻസ് ഇറ്റ്സ് പ്രൊവൈഡ് കളർ, ഫ്രാഗ്രൻസ്, അട്രാക്റ്റീവ്നെസ് ഓഫ് എ ഫ്ലവർ. അതെന്തായിട്ടുണ്ടാകും? അത് അവിടെ നിന്ന് എന്തായിട്ടുണ്ടാകും? വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടാകും. സോ ആ ഒരു ടേബിൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഓരോ ഫങ്ഷൻസ് എഴുതിയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് we can see that ash god flower and ash godൻ്റെ ലോഞ്ചിറ്റ്യൂഡിനലും ക്രോസ് സെക്ഷണൽ പിക്ചറും നമുക്ക് പേജ് നമ്പർ 40 കാണാൻ പറ്റും. Here there are two type questions. First one is which part grows into a seed and which part grows into a fruit. So from the first picture we can see that ovule and ovary. From the second picture, the longitudinal and cross section of an ash god. Here we can see that the inner part is a seed and the outer portion is a fruit. Okay. സോ എന്ത് ചേഞ്ചസ് ആണ് അവിടെ നടന്നിട്ടുള്ളത്? യെസ്, വിച്ച് പാർട്ട് ഗ്രോ ഇൻ ടു എ സീഡ്? ഇതിൽ ഏതാണ് ആ സീഡായിട്ടുള്ളത്? യെസ്, ഒവ്യൂൾ ചേഞ്ചസ് ഇൻ ടു സീഡ്. ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്നത്? ഒവ്യൂൾ ചേഞ്ചസ് ഇൻ ടു സീഡ്. ഓക്കെ. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ ഫ്രൂട്ട്? ഏത് ഭാഗമാണ് ഫ്രൂട്ടായിട്ട് മാറിയിട്ടുള്ളത്? യെസ്, ഹോൾ ഓവറി ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട്. അവിടെ കാണപ്പെടുന്ന ആ ഒരു ഹോൾ ഓവറി, ആ ഒരു ഫുൾ ഓവറി ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭാഗമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഫ്രൂട്ടായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ജേണി എങ്ങനെയാണ്, ആൻഡ് പൊള്ളിനേഷൻ, സെൽഫ് പൊള്ളിനേഷൻ എന്താണ്, ക്രോസ് പൊള്ളിനേഷൻ എന്താണ്, അതിന് ഡെഫിനിഷൻ കൊടുത്ത് നോട്ട് ബുക്കിൽ എഴുതുക. പിന്നെ വിറ്ററിങ് പെറ്റൽസിൽ ആ ഒരു 4 പാർട്ട് ഓഫ് എ ഫ്ലവറിന് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ടേബിൾ കംപ്ലീറ്റ് ആക്കുക. ആൻഡ് ആഷ് ഗോഡിൻ്റെ ഈ 2 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. എന്നിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. Okay.